ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ഒരിക്കലും സ്ത്രീയെ ആക്രമിക്കാൻ പുരുഷന് അനുമതി നൽകാനാവില്ലെന്ന് കർണാടക ഹൈക്കോടതി വിധി പറയുകയാണ്. ഒരു സാമൂഹിക പ്രവർത്തകൻ ലൈംഗികമായും ശാരീരികമായും ഉപദ്രവിച്ചെന്നാരോപിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കേസിലാണ് വിധി. സർക്കിൾ ഇൻസ്പെക്ടറായ ബി അശോക് കുമാറും പോലീസ് കോൺസ്റ്റബിളിനെ വിവാഹം കഴിച്ച പരാതിക്കാരനും 2017 മുതൽ 2022 വരെ ബന്ധത്തിലായിരുന്നുവെന്ന് കോടതി രേഖകൾ പറയുന്നു. 2021 നവംബർ 11 കുമാർ ഒരു ഹോട്ടലിൽ വെച്ച് തന്നോട് ബലമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും തന്നെ ശാരീരികമായി ഉപദ്രവിച്ചതായും യുവതി ആരോപിച്ചു. അടുത്ത ദിവസം അവൻ അവളെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു. അതിനുശേഷം അവൾ പരിക്കുകൾക്ക് ചികിത്സ തേടാൻ ആശുപത്രിയിൽ പോയി. കൊലപാതക ശ്രമം, ബലാത്സംഗം, ആക്രമണം, അന്യമായി തടവിൽ വെക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഉദ്യോഗസ്ഥനെതിരെ യുവതി പരാതി നൽകുകയും ചെയ്തു. കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ട് കുമാർ യുവതിയുടെ ആരോപണങ്ങളെ എതിർത്തു. അവരുടെ ബന്ധം തുടക്കം മുതൽ സമ്മതപ്രകാരമായിരുന്നുവെന്ന് അവകാശപ്പെട്ടു. അന്വേഷണത്തിന് ശേഷം പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. വാദത്തിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥനെതിരായ കേസ് തള്ളാൻ കർണാടക ഹൈക്കോടതി വിസമ്മതിച്ചു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറ്റാരോപിതനും ഇരയും തമ്മിലുള്ള ഉഭയസമ്മതപ്രകാരമുള്ള പ്രവർത്തികൾ ഒരിക്കലും സ്ത്രീയെ ആക്രമിക്കാനുള്ള പുരുഷനുള്ള ലൈസൻസായി മാറില്ലെന്ന് കരുതുന്നത് ഉചിതമാണെന്നും ഞാൻ കരുതുന്നു. പരാതിക്കാരിക്ക് നേരെയുള്ള കടുത്ത സ്ത്രീവിരുദ്ധ ക്രൂരതയാണെന്നും ഈ കേസ് പ്രൊജക്ട് ചെയ്യുന്നത് ജസ്റ്റിസ് എം നാഗപ്രസന്ന ഉദ്ധരിച്ചുകൊണ്ട് ലൈവ് ലോ പറഞ്ഞു. പരാതിക്കാരനും ഹർജിക്കാരനും തമ്മിലുള്ള ബന്ധം ശാരീരികമായതുപോലും അവർ ചില സമയങ്ങളിൽ സമാധാനപരമായിരുന്നുവെന്നും ചിലപ്പോൾ ഹർജിക്കാരന്റെ ഭാഗത്തു നിന്നുള്ള അക്രമാസക്തമായ പ്രവർത്തികളാൽ അവർ ചില സമയങ്ങളിൽ സമാധാനപരമായിരുന്നുവെന്നും ചിലപ്പോൾ ഹർജിക്കാരന്റെ ഭാഗത്തു നിന്നുള്ള അക്രമാസക്തമായ പ്രവർത്തികളാൽ അവർ നശിപ്പിക്കപ്പെട്ടുവെന്നും വ്യക്തമായി സൂചിപ്പിക്കും. എന്നാൽ ബലാത്സംഗ കുറ്റത്തെ സംബന്ധിച്ചിടത്തോളം പരാതിക്കാരനും ഹർജിക്കാരനും തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ആരോപിക്കപ്പെടുന്നത് പോലെ വഞ്ചനയോ ബലപ്രയോഗമോ കൊണ്ട് ഉണ്ടായതല്ല. 4 വർഷമായി ആവർത്തിച്ചുള്ള ബലാത്സംഗത്തിന്റെ കുറ്റമായി വിശേഷിപ്പിക്കാനുമാവില്ല. എന്നിരുന്നാലും വഞ്ചനയോ ആധിപത്യമോ മറ്റെന്തെങ്കിലുമോ സമ്മതം നേടിയെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടതെന്നും കോടതി പറയുന്നു. എന്നാണെങ്കിലും രണ്ടുപേരും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന് തെറ്റില്ലെങ്കിലും എന്നാൽ സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ ആക്രമിക്കുന്ന രീതിയിലുള്ള ശാരീരിക ബന്ധം വളരെ മോശമായ കാര്യമാണെന്നും കോടതി വിധി പറയുന്നു.